شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുസമ്മിലാണ്. 7-ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീലാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, പകലിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടല്ലോ, നീണ്ട സമയമുണ്ട് പകലിൽ അല്ലേ, അതുകൊണ്ട് രാത്രി നിങ്ങൾ നിസ്കരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ജീവിത സന്ധാരണമടക്കം പ്രബോധനമടക്കം അതേപോലെയുള്ള ആളുകളെ കാണുക, ഇങ്ങനത്തെ എല്ലാ മറ്റു വിഷയങ്ങൾക്കും മാർക്കറ്റിൽ പോവുക, സാധനങ്ങൾ വാങ്ങുക, ഇതിനെല്ലാം നിങ്ങൾക്ക് പകലിൽ നീണ്ട സമയമുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സബ്ഹുൻ തവീൽ, ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സമയത്തിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നിനും സമയം തികയുന്നില്ലെന്ന പരാതിയാണ് ഇന്ന് നാട് നീളെ കേൾക്കുന്നത്. എല്ലാവർക്കും പറയാനുള്ളത് തന്നെയാണ്. ഈ പരാതികൾക്കിടയിലാണ് നമ്മൾ ഈ ആയത്ത് പഠിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു ഒരുപാട് സമയമുണ്ട്, നമ്മൾ പറയുന്നു സമയമില്ല. അപ്പോൾ എന്താ ഇപ്പോൾ സംഭവം? ആ സംഭവമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? അങ്ങനെ കാരണം തേടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിഷയം, ബർക്കത്ത് സമയത്തിന് അല്ലാഹു തആല എടുത്തു കളഞ്ഞു എന്നതാണ്. ഇന്ന് നമുക്ക് ബർക്കത്തില്ല നമ്മുടെ സമയത്തിന്. സമയത്തിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് തികയാത്തത്. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഖില്ലത്തുൽ ബറക്കത്ത് ഫിൽ വഖ്ത്, സമയത്തിൽ ബർക്കത്ത് കുറയുക എന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നു, ലാ തഖൂമുസ്സഅതു ഹത്താ യതഖാറബസ്സമാൻ, കാലങ്ങൾ പരസ്പരം, സമയങ്ങൾ പരസ്പരം അടുത്തു വരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. എന്നിട്ട് എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. നമ്മൾ ഇന്ന് ശരിക്കും അനുഭവിക്കുന്ന അതേ വിഷയമാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എങ്ങനെയാണ് കാലങ്ങൾ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നിട്ട് വിശദീകരിക്കുകയാണ്. ഫതകൂനു സനതു കശ്ശഹർ, ഒരു വർഷം ഒരു മാസം പോലെ തോന്നും. വശ്ശഹ്റു, ഒരു മാസമോ കൽ ജുമുഅ, അത് ഒരാഴ്ച പോലെ തോന്നും. വതകൂനുൽ ജുമുഅത്തു, ഒരാഴ്ച എന്നതോ കൽ യൗമി, അതൊരു ദിവസം പോലെ തോന്നും. ജുമുഅ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആഴ്ച എന്ന് നമ്മൾ ഉദ്ദേശം വെക്കാം. ജുമുഅ ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അവസാനിക്കുന്ന, അല്ലെ, നിങ്ങളായ ആളുകൾക്ക് ജുമുഅക്കൊക്കെ ഒരുമിച്ച് കൂടുന്ന ആ ഒരു ലെവലിലാണ് അവിടെ കണക്ക് കൂട്ടിയത്. വതകൂനുൽ ജുമുഅത്തു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെ തോന്നും. ഒരാഴ്ച ഒരു ദിവസം പോലെയാകും എന്നാണ് ഹദീസിൽ, അല്ലേ. ഫതകൂനു സനതു കശ്ശഹരി, ഒരു വർഷം ഒരു മാസം പോലെയാകും, ഒരു മാസം ഒരാഴ്ച പോലെയാകും, ഒരാഴ്ച ഒരു ദിവസം പോലെയാകും. എന്നിട്ടും പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല. വയകൂനുൽ യൗമു, ഒരു ദിവസമാകും കസ്സഅത്തി, ഒരു മണിക്കൂർ പോലെ. ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയാകും. ഇനി ഒരു മണിക്കൂറോ, വതകൂനു സ്സഅത്തു, ഒരു മണിക്കൂറാകും കല്ലർമതി ബിന്നാർ, ജസ്റ്റ് ഒന്ന് തീ കത്തിക്കണ പോലെ. ഈ നമ്മൾ എന്താ പറയാറോ, ഈ ലർമത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നിപ്പോൾ ഒരു തീപ്പെട്ടിക്കൊള്ളി വരുതാന്ന് കൂട്ടിക്കൊള്ളി. ഈ തീപ്പെട്ടിക്കൊള്ളി വരുന്ന സമയത്ത് അതിൻ്റെ മേലൊരു തീ വരൂലേ, അത് എത്ര നേരം നിൽക്കും? ആ തീ കുറച്ച് നേരം ഉള്ളത് അപ്പോൾ തന്നെ കെട്ടുപോകില്ലേ. ഇതിനാണ് ലർമത്ത് എന്ന് പറയുക. അപ്പോൾ ഒന്ന് തീ കൊണ്ട് ഒന്നും കൂടെ കത്തിക്കുന്നത് പോലെയാണ് ഒരു മണിക്കൂർ അനുഭവപ്പെടുക. ഒരു മണിക്കൂറില്ലേ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് പോയി, ആരാ ഏതിനെ പോയി എന്ന് ആർക്കും ആലോചിച്ചറിയില്ല. അതാണ് ഒന്നുകൊണ്ട് തീ കത്തിക്കുന്നത് പോലെ. നമ്മൾ ശരിക്കും തീ കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടി വരുതുമ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്യാസ് ലൈറ്റർ തെളിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫ്ലെയിം വരൂലേ, അതിനാണ് ലർമത്ത് എന്ന് പറയാം. അത്രയും കുറഞ്ഞ സമയം. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണില്ലേ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഇപ്പോൾ ഈ ഹദീസിലുള്ള അതേപോലെ നമുക്ക് തോന്നുന്നില്ല. വർഷങ്ങൾ മാസങ്ങളെപ്പോലെ പോവുകയാണ്. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ പോകുന്നത്. മാസങ്ങൾ എത്ര പെട്ടെന്നാണ് തീരുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരാഴ്ച എത്ര പെട്ടെന്നാണ് പോകുന്നത്. എത്ര പെട്ടെന്നാണ് ഒരു വ്യാഴാഴ്ച ആവുന്നത്. എത്ര പെട്ടെന്നാണ് ഒരു വെള്ളിയാഴ്ച ആവുന്നത്. ബർക്കത്തില്ല എന്ന് ഉറപ്പല്ലേ. ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തിരികത്തിച്ചു തീരുന്നത് പോലെയുള്ളൂ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫ്ലെയിം വന്നിട്ട് അതങ്ങോട്ട് പെട്ടെന്ന് കെട്ടടങ്ങുന്നത് പോലെ ഒരു മണിക്കൂർ തീരുകയും ചെയ്യും. മഹാന്മാരെ പണ്ഡിതന്മാർക്ക് ഈ വിഷയം നന്നായി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നും അവർ ഉണർത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയമൊക്കെ ഈ ഹദീസിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ ഫതുഹുൽ ബാരിയിൽ ഈ ഹദീസിനെ ശറഹ് ചെയ്ത് പറഞ്ഞെടുത്ത് അല്ലേ, കാലം വളരെ വേഗം കടന്നു പോകുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. നമ്മുടെ മുമ്പുള്ള കാലഘട്ടം ഇങ്ങനെയായിരുന്നില്ല. ഇത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളോ കണ്ടുപിടുത്തങ്ങളോ ഒന്നുമില്ലാതിരുന്ന ആ കാലത്ത് അന്ന് വിമാനങ്ങളില്ല, തീവണ്ടികളില്ല, കാറുകളില്ല, വാർത്താമാധ്യമങ്ങളില്ല, അലക്ക് മെഷീനില്ല, മിക്സിയില്ല, ഗ്രൈൻഡറില്ല, അല്ലേ, ഇതൊന്നും അന്നില്ല. പഴയ കാലത്തില്ല. ഇതൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇന്ന് അതൊക്കെ ഉണ്ടായിട്ട് നമുക്കൊന്നും സമയം തികയണില്ല. അന്ന് അതൊന്നും ഇല്ലാഞ്ഞിട്ടും ആളുകൾക്ക് ഒരുപാട് സമയം കിട്ടിയിരുന്നു. ബറക്കത്തുണ്ടായിരുന്നു അവിടെ സമയത്തിലും ആയുസ്സിലും. നമുക്കിതെല്ലാം ഉണ്ടായിട്ടും തികയുന്നില്ല. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും ബറക്കത്ത് നീക്കപ്പെടും. അതാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശം എന്ന് മഹാനവറുകൾ വിശദീകരിച്ച് പറയുന്നു. സമയത്തിൻ്റെ ബറക്കത്ത് പോലും നീക്കപ്പെടും. അത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളൊന്നുമാണ്. പണ്ടുണ്ടായിരുന്ന മനുഷ്യന്മാർ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് തീർക്കാൻ ഒരു മാസം വേണം, ചിലപ്പോൾ അതിലധികം വേണം. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഖത്മുൽ ഖുർആൻ ഖത്മ് ഓതുക, തീർക്കുക എന്നത് അത് റമദാന് മാത്രമേ നമ്മളൊരു മാസം കൊണ്ട് തീർക്കലുണ്ടാവുള്ളൂ. അതും ചിലപ്പോൾ നീണ്ടു പോകാറുണ്ട് പലയിടത്തും. മഹാന്മാരായ ആളുകൾ ആഴ്ചയിൽ, രണ്ടാഴ്ചയിൽ, മൂന്നാഴ്ചയിൽ, അല്ലേ, പിന്നെ ആഴ്ചയിൽ തന്നെ 2 വർഷം ഇങ്ങനെയൊക്കെ ഖത്മ് തീർത്തിരുന്നു. നമുക്കിപ്പോൾ അവരത് ചെയ്തത് ഒരു മാസമാണ് തീർക്കാൻ, എന്നാൽ അതിനെ തീരണില്ല. ചെറിയ ഉദാഹരണം പറഞ്ഞ കേട്ടോ. അതേപോലെ മഹാന്മാരായ ആളുകളൊക്കെ അന്ന് വലിയ വലിയ സൂറത്തുകൾ ഓതി ഒരുപാട് സമയം നിസ്കരിച്ചിട്ടും അവർക്ക് പിന്നെയും സമയം ബാക്കിയായിരുന്നു. നമുക്ക് കൊല്ലോളം ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയിലും സമയം തികയണില്ല. ഓരോ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഖുർആൻ ഓതിയിട്ടും ദീനി ഇൽമുകൾ പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും അവരുടെ കുടുംബത്തോട് നിന്നിട്ടും എല്ലാം ഇങ്ങനെയൊക്കെ ആയിട്ടും അവർക്ക് സമയം പിന്നെയും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലത്തെ സഹാബത്തും ഓരോ ദിവസം ചെയ്തിരുന്ന പണികളും പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മാസങ്ങളെടുത്തിട്ടപ്പോൾ ചെയ്യണത്. ഇശാ നിസ്കാരം ഖുർആനിലെ 5 ജുസുകൾ തീർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്ന ഹദീസിലുണ്ട്. ഒരു ഇശാ നിസ്കാരം 5 ജുസ് തീർത്തിട്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് അത് ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് മുസ്തഹീലാണ്, നടക്കില്ല, അതൊക്കെ അസംഭവമാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും. ഇത് സമയത്തിൻ്റെ ബറക്കത്താണ്. നമുക്കതില്ലാതെ പോയി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര അമലുകളാണ് ഒരു ദിവസം ചെയ്തിരുന്നത്. എത്ര അമലാണ് ചെയ്തിരുന്നത്. നിരന്തരം കർമ്മ നൈരന്തര്യമുള്ള ആളായിരുന്നു അദ്ദേഹം. എന്നിട്ടും എല്ലാറ്റിനും അവർക്ക് സമയമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്നിട്ട് ചോദിച്ചില്ല ഒരു സദസ്സിൽ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്നാരാ നോമ്പ് പറ്റത്? ആരും മുണ്ടണില്ല. അവസാനം ഒരാൾ പറഞ്ഞു, ഞാനാണ് നബി എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസതൻ, ഇന്നൊരു ജനാസയുടെ ഒരു ജനാസയെ അനുഗമിച്ചതാരാ? ഒരു മയ്യത്തിൻ്റെ കൂടെ പോയതാരന്ന്? ആരും മുണ്ടണില്ല. ഒരാൾ മാത്രം ഞാൻ പോയിട്ടുണ്ട് പറഞ്ഞു. അടുത്ത ചോദ്യം വന്നു, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നാരാണ് ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തത്? ആരും മുണ്ടണില്ല. ഒരാൾ പറഞ്ഞു ഞാനാണ് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം, ഫമൻ ആദ മിൻകുമുൽ മരീള യൗമൻ, ഇന്നാരാണ് രോഗിയെ സന്ദർശിച്ചത്? ഒരൊച്ചപ്പാടുള്ള സദസ്സെന്ന്. അവസാനം ഒരാൾ പറഞ്ഞു ഞാനാണ് പറഞ്ഞു. ഈ ആന എന്ന് പറഞ്ഞ ആളാരാന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാറ്റിനും മുമ്പ് സമയമുണ്ട്. എന്നിട്ട് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരാൾ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിലേ, ഇതൊക്കെ കൂടി ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ സ്വർഗ്ഗത്ത് പോകും, ഉറപ്പാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു മരിപ്പ് കഴിഞ്ഞാൽ മരിച്ച വീട്ടിലേക്ക് പോയി അവിടുന്ന് ജനാസൻ്റെ കൂടെ ഒക്കെ പോയി വന്നാൽ പിന്നെ നമ്മൾ പെരയിൽ വിശ്രമിക്കുക. റബ്ബേ വയ്യ, ആകെ ക്ഷീണിച്ച് പോയി വെയിലത്ത് നിന്നിട്ട് അങ്ങോട്ടായി പിന്നെ വേറെ പണിയൊന്നും നമ്മൾ എടുക്കൂല. അങ്ങനെയല്ലേ? സമയത്തിൻ്റെ പറക്കത്ത് നമ്മൾ ആലോചിച്ച് നോക്കണം.
യാ അല്ലാഹ്. അപ്പം ജീവിതത്തിലെ ഏതു നിമിഷവും ഏതു സമയവും പുണ്യകാര്യങ്ങൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൽ മുഴുകാനുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബദ്ധശ്രദ്ധയാണ് ഈ സംഭവത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഏതും ഇബാദത്ത് തന്നെ ആവണം, ഇബാദത്തുകളിൽ മുഴുകണം, സമയം വെറുതെ പോകാൻ പാടില്ല എന്ന ഒരു ചിന്ത, അതിൻ്റെ ശ്രദ്ധയാണ് ബദ്ധശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബറക്കത്ത് നമുക്ക് വീണ്ടെടുക്കണം. എന്തൊക്കെയാണ് നമ്മളതിന് അറിയേണ്ട കാര്യങ്ങൾ? ഈ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ എന്താണ്? നമുക്കെങ്കിലും വ്യക്തിപരമായെങ്കിലും വീണ്ടെടുക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, പഠിച്ചു നോക്കാം. ഈ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആ വിഷയം പഠിക്കുകയാണ്. റബ്ബ് സബ്ഹൻ തവീൽ എന്ന് പറയുക നമുക്ക് തയ്യാറിക്കാണ്ടാൻ പാടില്ലല്ലോ. നന്നായി സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തന്ന നിഅമത്താണ് സമയം എന്നത് എല്ലാവർക്കും ഉറപ്പല്ലേ? സമയം നിഅമത്താണ്, കാരണം നമ്മുടെ ആയുസ്സാണത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ സമയത്തിന് ബറക്കത്തുണ്ടാവും എന്നാണ്. ഏറ്റവും പ്രധാനമായി ബോധ്യപ്പെടേണ്ടത് ഇത് എൻ്റെ ആയുസ്സാണ്, ഈ ആയുസ് ഇങ്ങനെയാണ് പോവുകയാണ്, ഈ ആയുസ്സിനെ കുറിച്ച് ശരിക്കും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഖിയാമത്ത് നാളിൽ. ഇങ്ങനെ ഒരു ബോധ്യം ഉണ്ടായാൽ പിന്നെ ചെയ്യണത് നല്ലതല്ലേ ചെയ്യുള്ളൂ? വെറുതെ ഇരിക്കുമോ? ഇല്ലല്ലോ. അഫഹസിബത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ വെറുതെ പഠിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അടുത്തേക്ക് വരൂലാന്നു? നമുക്കങ്ങനെ വിചാരമില്ല. പക്ഷെ നമ്മളെ ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്കങ്ങനെ വിചാരമുണ്ടെന്ന് തോന്നും. അപ്പോൾ നമ്മുടെ ആയുസ്സാണ് ഈ സമയം എന്നത് ആദ്യം ബോധ്യപ്പെടുക. ഈ ബറക്കത്തില്ലാതാക്കുന്ന കാരണങ്ങൾ മെയിനായിട്ട് 2 പറയുന്നുണ്ട് മഹാന്മാർ. ഒന്ന് തെറ്റുകളാണ്. മആസി, തെറ്റുകൾ ചെയ്യുക എന്നത് സമയത്തിൻ്റെ ബറക്കത്ത് മായ്ച്ചു കളയും. അത് ഈ തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് സമയത്തിൻ്റെ ബറക്കത്ത് എന്നല്ല, എല്ലാറ്റിലും ഒരുവിധം വിഷയങ്ങളിലൊക്കെ ബറക്കത്ത് മായ്ച്ചു കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ മായ്ച്ചു കളയുന്ന സംഗതിയാണ് ഈ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ. റിസ്ക്കിലെ ബറക്കത്ത് മായ്ച്ചു കളയും, ഇൽമിലെ ബറക്കത്ത് മായ്ച്ചു കളയും. തെറ്റ് ചെയ്യുന്ന ആൾ ആലിമാണെങ്കിൽ അയാൾ തെറ്റ് ചെയ്താൽ പിന്നെ അയാൾക്ക് ആ ഇൽമ കൊണ്ട് പ്രയോജനപ്പെടുക, അത് മറന്നു പോകും, അയാൾ പ്രയോജനം ഉണ്ടാവില്ല, ആഫിയ ഇൽമാവില്ല. അപ്പോൾ റിസ്ക്കിൽ ബർക്കത്ത് പോവും, ഇൽമിൽ ബർക്കത്ത് പോവും, സമയത്തിൽ ബർക്കത്ത് പോവും, എല്ലാ കാര്യത്തിലും ബർക്കത്ത് പോവും. കാരണം മആസി എന്നത് റബ്ബിന് ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. അതും അള്ളാഹിൻ്റെ നൂറും ഇത് രണ്ടും കൂടെ ശരീരത്തിൽ ചേരൂല, അതിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണം. രണ്ടാമത്തേത് സമയത്തിൻ്റെ ബർക്കത്ത് നീങ്ങാനുള്ള കാരണമായി പറയുന്നത് അതിൻ്റെ ആ പ്രാധാന്യം ശരിക്കും കണ്ട് ബോധ്യപ്പെടാതിരിക്കുക എന്നതാണ്. അതിൻ്റെ വില മനസ്സിലാവാതിരിക്കുക. വില മനസ്സിലായ ഒരു സംഗതി നമ്മൾ വെറുതെ കളയും. നമുക്കൊരു സംഗതിയുടെ വിലയും പ്രാധാന്യവും മഹത്വം മനസ്സിലായില്ല, അത് നമ്മൾ കൂടെ കൂട്ടും, നമ്മളതിന് വെറുതെ കളയില്ല. പക്ഷെ സമയം നമ്മൾ വെറുതെ കളയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സമയത്തിൻ്റെ ആ അഹമ്മിയത്ത്, പ്രാധാന്യം നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിൽ കൃത്യമായ ബർക്കത്തുണ്ടാവും, നമുക്കെല്ലാം ചെയ്യാൻ കിട്ടും. ആ സമയത്തിൻ്റെ വിലയും മഹത്വവും മനസ്സിലാക്കിയിട്ട് ഓരോ സെക്കൻഡും ഇബാദത്തുകളല്ലാതെ കഴിഞ്ഞുകൂടാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനം ഉണ്ടായാൽ പിന്നെ അഫ്ളലായ സംഗതികൾ മാത്രമേ ചങ്ങായി ചെയ്യുള്ളൂ. ഏറ്റവും ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് ചേർത്ത് പ്രയോറിറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് തീർക്കും. അപ്പോൾ അത് പറച്ചിലായാലും പ്രവർത്തനങ്ങളായാലും ശരിക്കും ടേബിൾ ഉണ്ടാക്കും, ക്ഷീണമല്ലാതെ അവൻ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന ബോധ്യം അതിന് മനസ്സിലായാൽ, അതിന് പ്രാധാന്യം മനസ്സിലായാൽ. നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വല്ലാത്ത അമൂല്യമായ അനുഗ്രഹമാണ് സമയം എന്ന കാര്യം എപ്പോഴും ഓർമ്മ വേണം. ഒരു സെക്കൻഡ് പോയാൽ അങ്ങോട്ട് കിട്ടൂല. ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ഞാൻ ദിവസത്തിൽ എനിക്ക് നന്മകൾ ചെയ്യാൻ കഴിയുകയില്ലല്ലോ എന്നൊരു സങ്കടമായത് മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു. നമുക്കും ആ സങ്കടമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അന്നത്തെ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയും, ഇപ്പോൾ നാളെ ആവണ്ട, നാളെ പോയി ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയാണ്. ഓരോ ദിവസം നമ്മളോട് പറയുമല്ലോ അല്ലേ? ഓരോ ദിവസം നമ്മളോട് പറയാറുണ്ട്, ഞാനൊരു പുതിയ ദിവസമാണ്, നീ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടേ, അതുകൊണ്ട് എന്നെ നീ മുതലെടുത്തോ, കാരണം ഖിയാമത്ത് നാൾ വരെ ഞാൻ ഇനി മടങ്ങി വരില്ല. ഓരോ ദിവസവും നമ്മളോട് പറയുന്നുണ്ട്, ഫഖ്തനിംനി മനുഷ്യ, എന്നെ നീ മുതലെടുത്തോ, ഫഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഞാൻ മടങ്ങി വരില്ല. ആരാ പറയണത്? ഓരോ ദിവസവും, ഓരോ പുതിയ ദിവസവും. അന യൗമുൻ ജദീദുൻ അലാ അമലിക ഷഹീദുൻ യബ്ന ആദം, മനുഷ്യ ഞാൻ യൗമുൻ ജദീദുൻ, പുതിയ ഒരു ദിവസമാണ്. അലാ അമലിക ഷഹീദുൻ, നിൻ്റെ അമലുകളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിൻ്റെ അമലുകൾക്ക് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഫഖ്തനിംനി ഫഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, മുതലെടുത്തോ, ഞാൻ ഖിയാമത്ത് വരെ ഞാൻ മടങ്ങി വരില്ല. ശരിയല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് കൂടുതൽ സംബന്ധമായിട്ട് പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.